ഹലോ ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു ഒബീസ് വേൾഡ്. ക്യാപ്റ്റൻ മില്ലർ പടം കണ്ടു കഴിഞ്ഞാലും ധനുഷിന്റെ പൊങ്കൽ റിലീസ് പടം എങ്ങനെയാണെന്ന് വെച്ചാൽ കിടിലം പടം. അരുൺ മാതേശ്വരൻ ഒരു ട്രീറ്റ് തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട് ധനുഷ് ഫാൻസിന് വേണ്ടിയിട്ട്. ഉള്ളി കയറിയ പൈസ വസൂൽ 100% എന്റർടൈൻമെന്റ് കൺഫേം. അതെനിക്ക് ഇപ്പൊ തന്നെ പറയാൻ പറ്റും. പടം ഒരു പീരിയോഡിക് ഫിലിമാണ്, ബ്രിട്ടീഷുകാരുടെ കാലത്ത് നടക്കുന്ന ഒരു കഥയാണ്. സോ തന്റെ സ്വന്തം റെസ്പെക്റ്റിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് മിലിറ്ററിയിൽ ചേർന്നിട്ട് അവിടെ നിന്ന് ഒരു ഇഷ്യൂ കാരണം പിന്നെ തിരിച്ചു വന്ന് എന്തൊക്കെ സംഭവിക്കും അവന്റെ ജീവിതത്തിൽ, പിന്നെ അവൻ ആരായി മാറും, അവൻ എന്തൊക്കെ ചെയ്യും, ഇതാണ് പടത്തിന്റെ ഒരു വൺ ലൈനർ പോലെ കഥ പറയുകയാണെങ്കിൽ ഇതാണ് സംഭവം. ഫസ്റ്റ് ഇതിൽ പറയുന്നത് ഡയറക്ടർ അരുൺ മാതേശ്വരൻ പുള്ളിക്കാരൻ എൻ്റെ അമ്മോ മോനെ വേറെ ലെവൽ മേക്കിംഗ്. ഈ അടുത്തിറങ്ങിയ തമിഴ് സിനിമയിൽ വൺ ഓഫ് ദ ബെസ്റ്റ് മേക്കിംഗ്. പിന്നെ എനിക്ക് പുള്ളിക്കാരന് ഒരു അപ്ലോസ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള എന്താ പറയുക, ഒരു കണ്ടന്റ് ഈ സിനിമയുടെ ഉള്ളിൽ. ഈ തൊട്ടുതീണ്ടായ്മ, നമ്മൾ ആ കാലത്ത് കണ്ട കീഴ്ജാതിക്കാരൻ അമ്പലത്തിനുള്ളിൽ കയറ്റില്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഈ സിനിമയെ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ കുറെ മലയാളം സിനിമയിലൊക്കെ കണ്ടതാണ്. പക്ഷെ അതൊന്നും കൊമേഴ്ഷ്യൽ സിനിമ ആയിരുന്നില്ല. അത് കുറച്ചുകൂടി ഒരു അവാർഡ് ടൈപ്പ് ഓഫ് ഫിലിംസ് ആയിരുന്നു. നമുക്ക് കുറച്ച് എന്താ പറയാ, കുറച്ചൊക്കെ അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ആയിരിക്കില്ല. അത് കുറച്ച് ഒരു അവാർഡ് ഫിലിം പോലെ കുറച്ച് വെയിറ്റ് ചെയ്ത് മെല്ലെ മെല്ലെ കാണേണ്ട ഒരു സിനിമയായിരുന്നു. പക്ഷേ ഇങ്ങനെയുള്ള ഒരു സ്ട്രോങ് കണ്ടന്റിനെ കൊമേഴ്ഷ്യലൈസ് ചെയ്ത് എല്ലാ ഓഡിയൻസിനും കാണാൻ പറ്റുന്ന മാതിരി ഒരു മാറ്റം വരുത്തുന്നത് കുറച്ച് ഡയറക്ടേഴ്സിനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അതിൽ അരുൺ മാതേശ്വരൻ വിജയിച്ചിരിക്കുന്നു. പുള്ളിക്കാരൻ ഒരു സ്ട്രോങ് കണ്ടന്റ് എടുത്തിട്ട് വന്നിട്ട് അതിനെ കൊമേഴ്ഷ്യലൈസ്ഡ് ആക്കിയിട്ട് നല്ലൊരു പക്ക എന്റർടൈനർ തന്നെ വന്നിട്ടുണ്ട്. അത് പൊളി. പിന്നെ പടത്തിനെ കുറിച്ച് പറയുന്നത് ധനുഷ്, ഓ മൈ ഗോഡ്, ഹീസ് എന്താ പറയാ, നടിപ്പസുരൻ എന്നൊക്കെ പറയില്ലേ, വേറെ ലെവൽ ആക്ടിങ് ആണ് പുള്ളിക്കാരൻ നല്ലപോലെ മെനക്കെട്ട് അഭിനയിച്ചിട്ടുണ്ട്. ബോഡിയൊക്കെ നല്ലപോലെ വർക്കൗട്ട് ചെയ്ത് കയറ്റിയിട്ടുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ പുള്ളിക്കാരന്റെ ബോഡി ആ ഒരു മേക്ക് ഓവർ തന്നെ സൂപ്പർ ആയിട്ടുണ്ട്. താടിയൊക്കെ വെച്ച് പക്കായിട്ടുണ്ട്. ധനുഷ് ഫാൻസിനെ ഞാൻ പറഞ്ഞല്ലോ ട്രീറ്റ് ആണ്. പിന്നെ ഇതിൽ 2 ഗസ്റ്റ് റോൾ പോലെ വരുന്ന, ഒന്ന് ശിവരാജ് കുമാർ, പിന്നെ ഒന്ന് സന്ദീപ് കിഷൻ. 2 പേരും പൊളി എന്ന് പറഞ്ഞാൽ പൊളിയാണ്. പിന്നെ എനിക്കിതിൽ എടുത്തു പറയേണ്ട കാര്യം സിനിമോട്ടോഗ്രാഫി. പൊന്നു മക്കളെ, ഞാൻ കണ്ടിട്ടില്ല ഈ അടുത്തൊന്നും ഇത്ര ബെസ്റ്റ് സിനിമോട്ടോഗ്രാഫി തമിഴ് സിനിമയിൽ. ഇത് ചെയ്തിരിക്കുന്നത് സിദ്ധാർത്ഥ നുനി എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരനാണ്. ലൈഫ് ഓഫ് പൈയുടെ സിനിമോട്ടോഗ്രാഫറാണ് പുള്ളിക്കാരൻ. ഞാനിപ്പോൾ നോക്കിയപ്പോഴാണ് മനസ്സിലായത്. വേറെ ലെവൽ സിനിമോട്ടോഗ്രാഫി. നിങ്ങൾ നോക്കിയോ, ഓരോ ഫ്രെയിം നിങ്ങൾ അങ്ങനെ അന്തം വിട്ട് കണ്ടുപോകും. അങ്ങനത്തെ സിനിമോട്ടോഗ്രാഫിയാണ്. പിന്നെ ആക്ഷൻ കൊറിയോഗ്രാഫി. ആക്ഷൻ ആരാ ചെയ്തിരിക്കുന്നത് എനിക്കറിയില്ല. പക്ഷെ ആക്ഷൻ കൊറിയോഗ്രാഫി വേറെ ലെവലാണ്. എസ്പെഷ്യലി ഇന്റർവെല്ലിന് വരുന്ന ഒരു ഫൈറ്റ്, അതുപോലെ തന്നെ ക്ലൈമാക്സിന് അടുത്തൊരു 30 മിനിറ്റ് ഒരു ഫൈറ്റ് ഉണ്ട്. വേറെ ലെവൽ ഫൈറ്റുകളാണ്. അപ്പൊ ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ നമ്മളെ കുറച്ച് ഇരുത്തി കഥയുടെ ഉള്ളിലേക്ക് കൊണ്ടുപോകും. സെക്കൻഡ് ഹാഫ് ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ്സ് എ ട്രീറ്റ് ഫോർ ഓൾ ധനുഷ് ഫാൻസ്. കേറി മേട മക്കളെ എന്ന് പറഞ്ഞ പോലെ വൻ എന്റർടൈൻമെന്റ് ആയിരിക്കും. എനിക്ക് പടം പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ജി.വി. പ്രകാശിന്റെ മ്യൂസിക്, ഞാൻ സോങ്സ് കേട്ടപ്പോൾ എനിക്ക് അത്ര അങ്ങോട്ട് ഇമ്പാക്ട് ഇല്ലാത്ത പോലെ തോന്നിയിരുന്നു. പക്ഷെ അത് തിയേറ്ററിൽ കാണുമ്പോൾ വേറെ ലെവലായിട്ടുണ്ട്. എസ്പെഷ്യലി ധനുഷ് പാടിയ ക്യാപ്റ്റൻ മില്ലർ സോങ്, അതൊരു ഫൈറ്റ് ആയിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത്. പൊന്നും മക്കളെ, തിയേറ്ററിൽ അതൊരു ബ്ലാസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ജി.വി. പ്രകാശ് തൂക്കി അടിച്ചിട്ടുണ്ട്. ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ്, സൂപ്പർ ആയിട്ടുണ്ട്. പടം മൊത്തത്തിൽ നല്ല പൊളി സിനിമയാണ്. എന്തെങ്കിലും ഒരു കുറവുണ്ടോയെന്ന് വെച്ചാൽ കുറവായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ A സർട്ടിഫിക്കറ്റ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കുറെ കട്ടുകൾ ഇവർ ചെയ്തിട്ടുണ്ട്. അത് വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഈ പടം ഒരു A സർട്ടിഫൈഡ് ആയിട്ട് തന്നെ ഇറങ്ങണമായിരുന്നു. കാരണം ആ ഒരു ക്ലൈമാക്സിലൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് ക്ലൈമാക്സ് ഫൈറ്റ് 30 മിനിറ്റ് ഉണ്ട്, എന്നാലും ഇവരിത് കുറച്ചുകൂടി ട്രിം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടൊരു ബ്ലഡ് ബാത്ത് ഇല്ല. പക്ഷെ ഫൈറ്റ് നല്ല ഉഗ്രം ഫൈറ്റാണ്. പക്ഷെ ആ ഒരു ബ്ലഡ് ബാത്ത് നമ്മൾ അസുരനിലൊക്കെ കണ്ടതുപോലെ ഒരു ഐറ്റം ഇല്ലേ, ആ ഒരു ഐറ്റം മിസ് ചെയ്തു. കാരണം ഇവരുടെ കട്ട് നമുക്ക് മനസ്സിലാവും. ഇവർ പല സീൻസ് കട്ട് ചെയ്തിട്ടുണ്ട്. സർട്ടിഫിക്കറ്റിന്റെ ഒരു പ്രശ്നം കാരണം പല ക്ലൈമാക്സിൽ ആ ഫൈറ്റ് കുറെ കട്ട് ചെയ്തിട്ടുണ്ട്. അത് കട്ട് ചെയ്യാതെ ഇറക്കായിരുന്നു. എന്നാലും പടം ഞാൻ പറഞ്ഞല്ലോ, പൊങ്കൽ ട്രീറ്റ് ആണ് ഗൈസ്. ധനുഷ് ഫാൻസ് വേഗം ടിക്കറ്റ് എടുക്കുക, ഉള്ളി കയറിക്കോ, നിങ്ങൾക്കുള്ള പടമാണിത്. ധനുഷ് തമിഴ് സിനിമനെ ഈ ഒരു പടം കൂടി തന്നെ എന്താ പറയാ, പുള്ളിക്കാരന്റെ പഴയ പടങ്ങൾ പോലെ തന്നെ ഈ പടം വെച്ചിട്ടും അടുത്ത ലെവലിലേക്ക് പുള്ളിക്കാരൻ ഈ തമിഴ് സിനിമനെ കൊണ്ടുപോകും. അപ്പൊ ഇറ്റ്സ് എ മസ്റ്റ് വാച്ച്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. എല്ലാവർക്കും ഹാപ്പി പൊങ്കൽ ഇൻ അഡ്വാൻസ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ബോക്സിൽ പറയാം. ഗൈസ്, അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് അബീസ് വേൾഡ്. ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരുന്നതായിരിക്കും. ബൈ ഗൈസ്.